പാലക്കാട് കഞ്ചിക്കോട് IIT വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചതായി ജില്ലാ പോലീസ് മേധാവി. ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് 4ാം വർഷ വിദ്യാർത്ഥിനിയായ സേലം സ്വദേശി അശ്വിനി കണ്ണനാണ് തലയ്ക്ക് അടിയേറ്റത്. സുഹൃത്തുക്കൾക്കൊപ്പം ഡൈനിങ് ഹാളിലേക്ക് നടന്നു പോകുന്നതിനിടയിലായിരുന്നു ആക്രമണം. ഇന്നലെ രാത്രി 7:30 അശ്വിനിയും സുഹൃത്തുക്കളും IIT അക്കാദമി ബ്ലോക്കിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. മറ്റു വിദ്യാർത്ഥികൾക്ക് പിന്നാലെയാണ് അശ്വിനി ഉണ്ടായിരുന്നത്. നിലവിളി കേട്ട് സഹപാഠികൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തലയിൽ രക്തം വാർന്ന നിലയിൽ അശ്വിനിയെ കണ്ടത്. അബോധാവസ്ഥയിലായിരുന്ന കുട്ടിയെ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ആക്രമണ കാരണവും ആരാണ് ആക്രമിച്ചതെന്നും അറിയില്ലെന്നാണ് പരിക്കേറ്റ വിദ്യാർത്ഥി പോലീസിന് പ്രാഥമികമായി നൽകിയ മൊഴി. വലത് കണ്ണിന് മുകളിലാണ് അടിയേറ്റത്. തലയോട്ടിക്ക് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തതായി IIT അഡ്വൈസർ KM ഉണ്ണി പറഞ്ഞു. ആദ്യത്തെ ഒരു സംഭവമാണ് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് കാര്യമായതുകൊണ്ട് ഔട്ട്സൈഡറൊന്നും കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഉള്ളിലുള്ളവർ തന്നെ ആവാം, എങ്ങനെയാണെന്നുള്ളത് അതിപ്പോൾ പോലീസാണ് അത് കണ്ടുപിടിക്കേണ്ടത്. വിദ്യാർത്ഥിക്കൊപ്പം ഡൈനിങ് ഹാളിലേക്ക് പോയ സഹപാഠികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആക്രമണം നടന്ന ഭാഗത്ത് CCTV ഇല്ല. ക്യാമ്പസിനകത്തെ മറ്റു നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചെങ്കിലും അന്വേഷണ സംഘത്തിന് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ ഇതുവരെ വ്യക്തമായ തുമ്പ് ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം ഊർജിതമാക്കിയെന്നും ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. CCTV ക്യാമറകൾ കുറച്ച് ക്യാമ്പസിലുണ്ട്, അത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. പിന്നെ പല തരത്തിലുള്ള അന്വേഷണം ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലീഡ് കിട്ടും. അസോൾട്ട് നടന്നിട്ടുള്ളൂ, സോ കുറച്ച് ഷോക്കിൻ്റെ അവസ്ഥയിലാണ് ഉള്ളത്. നമ്മുടെ ടീം ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മൊഴിയെടുക്കാൻ വേണ്ടി കോയമ്പത്തൂരിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്, ഇൻസ്പെക്ടർ. അതേസമയം ക്യാമ്പസിലെ സുരക്ഷ ആവശ്യപ്പെട്ട് ഇന്നലെ രാത്രി വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.